ഡിപ്രഷനിലാണെന്ന് നിങ്ങൾക്കാരോടെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? ഡിപ്രഷനിൽ ആണെന്ന് നിങ്ങൾക്കാരോടെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറച്ചധികം കാലങ്ങൾക്ക് മുന്നെയാണ് ഇത്തരത്തിലൊരവസ്ഥ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത്. ഡിപ്രഷനാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും അന്ന് ഉണ്ടായിരുന്നില്ലെന്നും പറയാം. എന്നിരുന്നാലും മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലല്ലെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അന്നൊരു സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വന്നൊരു മറുപടിയാണിത്. ഡിപ്രഷനോ? നിനക്കോ? കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. ഒരുപക്ഷെ ഇന്നും ഡിപ്രഷനെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരുന്ന പകുതിയിലധികം പേർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്നൊരു ചോദ്യം ഇതായിരിക്കാം. എങ്ങനെയാണ് ഈ ചോദ്യത്തിലേക്ക് എത്തിപ്പെടുന്നതെന്നല്ലേ? മാനസികാരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്തിടെയായിട്ടാണ്. എന്നിരുന്നാലും ഇന്നും അതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലാത്തൊരു വിഭാഗം ആൾക്കാർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ ഡിപ്രഷൻ എന്നതിന് അക്രമാസക്തമായ അവസ്ഥ എന്നതിലപ്പുറം മറ്റൊരർത്ഥമില്ല. അർജുൻ റെഡ്ഡിയിലെയും വാരണമായിരത്തിലെയും പോലെ പ്രേമനൈരാശ്യം ഉണ്ടാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്ന് കരുതിയിരിക്കുന്നവരും ചുരുക്കമല്ല. കണ്ണിൽ കാണുന്നതെല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും നിരന്തരം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് മാനസിക നില തെറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുടെ പേര് മാത്രമല്ല ഡിപ്രഷൻ. നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള മൗനവും വളരെ ആക്റ്റീവായിരുന്ന ഒരാളുടെ പെട്ടെന്നുള്ള ഉൾവലിയലുകളും തുടങ്ങി ഡിപ്രഷൻ എന്ന അവസ്ഥയ്ക്ക് പല പല മുഖങ്ങളുണ്ടെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയെ മറികടക്കേണ്ടി വരുന്നത് അത്രമേൽ അസഹനീയം തന്നെയാണ്. ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നിട്ട്
ഇങ്ങനെ ഒരു അവസ്ഥയെ ഒറ്റയ്ക്ക് അതിജീവിക്കേണ്ടി വന്നത് എന്ന് പറയാം. നമ്മളോളം ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്ന ഒരാളും ഒരുപക്ഷെ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണമെന്നില്ല. പ്രതീക്ഷിക്കാത്തൊരു മറുപടി പലരിൽ നിന്നും കേട്ടെന്നും വരില്ല. കേട്ടിരിക്കാനോ കൂട്ടിരിക്കാനോ ഒരാളെയും കണ്ടുകിട്ടണമെന്നില്ല. അതിജീവിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. പുതിയൊരു ലോകം മുന്നിലുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു തവണ നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ സാധിച്ചാൽ പിന്നീട് മറ്റൊന്നും നിങ്ങൾക്ക് പ്രശ്നമായിരിക്കില്ല.